വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് അരയ്ക്ക് കീഴ്പോട്ടേക്ക് നമുക്കുണ്ടാകാൻ സാധ്യതയുള്ള പ്രഗ്നൻസി ലക്ഷണങ്ങളെ പറ്റിയിട്ടാണ്. ഇതുപോലുള്ള പ്രഗ്നൻസി വീഡിയോസ് ചെയ്യുന്നത് നിങ്ങൾക്കൊരു അവയർനെസ്സിന് വേണ്ടിയിട്ടാണ്. കാരണം പല ആളുകളും പ്രഗ്നൻസിയുടേതായിട്ടുള്ള ലക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ അത് പ്രിമെൻസ്ട്രൽ സിംറ്റംസിൻ്റെ ആണെന്നും PCOD ഉള്ളത് കൊണ്ടാണെന്നും തെറ്റിദ്ധരിച്ചിട്ട് ശരീരത്തിനെ വേണ്ട രീതിക്ക് കെയർ ചെയ്യാറില്ല. കെയർ ചെയ്തില്ലെങ്കിലും പ്രഗ്നൻസി കിട്ടില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പ്രഗ്നൻസി കിട്ടും. പക്ഷേ ഒരുപാട് നാളുകളായിട്ട് ഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റുകൾ എടുക്കുന്നവർക്ക് എൻഡോമെട്രിയൽ ലൈനിങ് പ്രോപ്പറായിട്ട് വളരാനായിട്ടൊരു സപ്പോർട്ടോട് കൂടിയിട്ട് മെഡിസിൻസ് ഒക്കെ എടുത്തിട്ട് വളർന്നവർക്കൊക്കെ ഈ ഒരു കാര്യത്തെ കൂടി നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് പ്രഗ്നൻസി പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കും. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾ കേൾക്കുക. നിങ്ങൾക്ക് എഫക്റ്റീവ് ആണെങ്കിൽ നിങ്ങൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതോടൊപ്പം ഓവറായിട്ട് ഇതിൽ ചിന്തിക്കാതെ, അതായത് ഈ ലക്ഷണമുണ്ടെങ്കിൽ പീരീഡ്സ് ആയിരിക്കും, ഈ ലക്ഷണമുണ്ടെങ്കിൽ പ്രഗ്നൻസി ആയിരിക്കും എന്ന് ഓവറായിട്ട് കോൺഷ്യസ് ആവാതെ ശരീരത്തിന് ഒരു കെയർ കൊടുക്കുക. കെയർ കൊടുക്കേണ്ടത് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നത് കുറയ്ക്കുക, ഒരുപാട് ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യാതിരിക്കുക, ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാതിരിക്കുക, ട്രാവലിംഗ് നിങ്ങളെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ അവോയ്ഡ് ചെയ്യുക. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശരീരത്തിന് ഒരു സപ്പോർട്ട് കൊടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. അതിനെ ആ ഒരു രീതിക്ക് മാത്രം നിങ്ങൾ എടുത്താൽ മതിയാകും. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള വീഡിയോസ് കാണുമ്പോൾ ടെൻഷൻ ആകുന്നവരാണ് നിങ്ങളെങ്കിൽ, അതായത് എന്താകുമെന്ന് ആലോചിച്ചിട്ടോ അല്ലെങ്കിൽ എനിക്ക് ഈ ലക്ഷണം ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ടോ ടെൻഷൻ ആകുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഈ വീഡിയോസ് കാണാതിരിക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. അപ്പോൾ ഈ വേദനകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അരയ്ക്ക് കീഴ്പോട്ടെന്ന് പറയുമ്പോഴേക്കും അല്ലെങ്കിൽ പൊക്കിളിന് താഴേക്കെന്ന് പറയുമ്പോഴേക്കും ഏറ്റവും ആദ്യം നമുക്ക് വേദന വരുന്നത് നമ്മുടെ പെൽവിക്കിന്റെ ഭാഗത്താണ്, നമ്മുടെ ഇടുപ്പിന്റെ ഭാഗത്ത്, അടിവയറിന് തൊട്ട് താഴെയുള്ള നമ്മുടെ ആ ഒരു പോർഷൻ. പെൽവിക് പെയിൻ നമുക്ക് ഉണ്ടാവാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മുടെ യൂട്രസ് എക്സ്പാൻഡ് ആവാനായിട്ട് തുടങ്ങുമ്പോഴേക്കും ശരീരത്തിൽ റിലാക്സിൻ എന്ന് പറയുന്നൊരു ഹോർമോൺ പുറപ്പെടുവിപ്പിക്കും. ഈ ഹോർമോൺ ഉണ്ടാവുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്രസ് എക്സ്പാൻഡ് ആവാനായിട്ടുള്ള ഒരു പ്രോസസ്സ് സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടും മസിൽസും ലിഗമെന്റ്സും ഒക്കെ എളുപ്പത്തിൽ സ്ട്രെച്ച് ആകാനായിട്ടൊരു സപ്പോർട്ട് കൊടുക്കുന്നതിനും വേണ്ടിയിട്ടാണ് ശരീരത്തിൽ റിലാക്സിൻ എന്ന് പറയുന്നൊരു ഹോർമോൺ പ്രൊഡ്യൂസ് ആവുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് ആ ഒരു എൻഡോമെട്രിയൽ ലൈനിങ്ങും അറ്റാച്ച് ആയി കഴിഞ്ഞിട്ട് ഇംപ്ലാന്റേഷൻ നടന്ന് യൂട്രസ് സ്ട്രെച്ച് ആകാൻ തുടങ്ങുന്നത് അനുസരിച്ചിട്ട് അതിന്റെ ഒരു പുഷിംഗ് എഫക്റ്റ് അല്ലെങ്കിൽ ഒരു വേദന നമ്മുടെ പെൽവിക്കിന്റെ ഭാഗത്തോട്ടും നിങ്ങൾക്ക് കിട്ടുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു എന്താ പറയാ, ആ നേരെ അടിവയറിന് താഴെയുള്ള ആ ഒരു പോർഷനിൽ വേദന അനുഭവപ്പെടാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അടുത്ത വേദന നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത് വജൈനൽ ഭാഗത്താണ്. നിങ്ങളുടെ ആ ഒരു ജെനിറ്റൽ പാർട്സിന്റെ ഒരു സ്കിന്നിൽ നിങ്ങൾക്ക് കുത്തുന്നത് പോലുള്ളൊരു വേദന അനുഭവപ്പെടുന്നു. ഷാർപ്പായിട്ട് വേദന വരിക, കുറച്ച് കഴിയുമ്പോൾ തന്നെ വേദന പോവുക, അങ്ങനെയായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. കണ്ടിന്യൂസ് ആയിട്ടൊരു വേദന ആയിരിക്കില്ല, വരിക പോവുക, അങ്ങനെയുള്ളൊരു ടെൻഡൻസി ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുന്നത് കേട്ടോ. ഈ ഒരു വേദന നിങ്ങൾക്ക് ഉണ്ടാവുന്നതിന് പ്രധാനപ്പെട്ട കാരണം ആ പെൽവിസിന്റെ ഭാഗത്തോട്ടുണ്ടാവുന്ന പ്രഷറും അതോടൊപ്പം തന്നെ നിങ്ങൾ പ്രഗ്നന്റ് ആകുന്ന സമയത്ത് സെർവിക്സിലോട്ടും നിങ്ങളുടെ വജൈനൽ പോർഷനിലോട്ടും ബ്ലഡ് സർക്കുലേഷൻ കുറെ അധികം ഉണ്ടാവാറുണ്ട്. ഈ ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് നേരത്തെ ഉണ്ടായിരുന്ന സർക്കുലേഷനേക്കാളും കുറേം കൂടി വികസിക്കാനായിട്ട് തുടങ്ങും. നമ്മുടെ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആയിട്ട് നടക്കണമല്ലോ. ഈ വികാസം അവിടെ സംഭവിക്കുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ആ ഭാഗത്തും വേദനയും അസ്വസ്ഥതയും ഒക്കെ അനുഭവപ്പെടാം. ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ നിങ്ങൾക്ക് ഈ ഒരു വേദന നല്ലതുപോലെ വിസിബിൾ ആയിരിക്കും. ദെൻ സെക്കൻഡ് ട്രൈമസ്റ്ററിന്റെ ഒരു മിഡിലിൽ കുഞ്ഞ് വളരുന്നതിനനുസരിച്ചിട്ട് ഈ ഒരു വേദനയുടെ വ്യാപ്തി നിങ്ങൾക്ക് വർദ്ധിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. കാരണം കുഞ്ഞ് പ്രഷർ കൊടുക്കുമ്പോഴും അതുപോലെ ലാസ്റ്റ് ട്രൈമസ്റ്ററിൽ കുഞ്ഞ് ആ നോർമൽ ഡെലിവറിക്ക് വേണ്ടി പ്രിപ്പയർ ആയി പൊസിഷൻ ഇങ്ങനെ മാറി മാറി വരുന്തോറും നിങ്ങൾക്ക് ഭയങ്കര ഷാർപ്പായിട്ടുള്ള വേദന വജൈനൽ പോർഷനിൽ ഫീൽ ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അടുത്ത വേദന നമുക്ക് ഉണ്ടാകുന്നത് ഇന്നർ തൈസിന്റെ പോർഷനിലാണ്. അതായത് നമ്മുടെ ആ ജെനിറ്റൽ പാർട്സിന് തൊട്ട് സൈഡിൽ തന്നെയുള്ള ആ തൈസിന്റെ നമ്മുടെ ആ ഒരു തുടയുടെ ഭാഗത്ത് ഇന്നർ പോർഷനിലായിരിക്കും വേദന കൂടുതലായിട്ടും അനുഭവപ്പെടുന്നത്. ഇതേപോലെ തന്നെ ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതും ഓരോ ശരീരഭാഗങ്ങളിലോട്ട് ഒരു പ്രഷർ വരുന്നതിന്റെയും എഫക്റ്റ് നമുക്ക് അനുഭവപ്പെടുന്നത് ലോവർ അബ്ഡോമന്റെ പോർഷൻസിലും ലോവർ അബ്ഡോമന് താഴെയുള്ള പോർഷൻസിലും ആയിരിക്കും. അതായത് അടിവയറിന് താഴെയുള്ള പോർഷൻസിലും ആയിരിക്കും കേട്ടോ. ഇതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് തൈസിലും വേദന അനുഭവപ്പെടാനായിട്ട് ചാൻസ് ഉണ്ട്. പീരിയഡ്സ് വരുന്ന സമയത്ത് നമുക്കൊരു ഫസ്റ്റ് ഡേയിലൊക്കെ തൊടയുടെ അവിടെയൊക്കെ വേദന ഉണ്ടാവില്ലേ, ഇതുപോലുള്ള വേദനയായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. അതൊരിക്കലും അതികഠിനമായിട്ടുള്ള വേദനയായിരിക്കില്ല, വരിക പോവുക അങ്ങനെയുള്ള വേദനയായിരിക്കും ഉണ്ടാകുന്നത്. ഇപ്പോൾ പീരിയഡ്സ് ആകുന്നതിന്റെ സെക്കൻഡ് ഡേയോ അല്ലെങ്കിൽ തേർഡ് ഡേയോ നിങ്ങൾക്ക് ബ്ലീഡിങ് കൂടുന്നതിന്റെ ഭാഗമായിട്ട് ഇന്നർ തൈസിന്റെ പോർഷൻസിലെ വേദന അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ആ വേദന കുറച്ച് ഹെവി ആയിട്ടുള്ളതായിരിക്കും. പക്ഷെ ഇതെന്ന് പറയുന്നത് ലൈറ്റ് ആയിട്ടുള്ള നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ചെറിയ വേദനയായിരിക്കും കേട്ടോ ഉണ്ടാവുന്നത്. അടുത്ത വേദന അനുഭവപ്പെടുന്നത് നമ്മുടെ ലെഗിന്റെ പോർഷനിലാണ്. നമ്മുടെ മുട്ടുകാലിലും അതുപോലെ പാദത്തിനും മേളിലുള്ള ഒരു പോർഷനിലായിരിക്കും വേദന അനുഭവപ്പെടുന്നത്. നേരത്തെ ആ ഒരു ടോപ്പിക്സിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ ബ്ലഡ് സർക്കുലേഷൻ കൂടുതലായിട്ട് വരുന്നതും ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് നിങ്ങൾക്ക് ശരീരത്തിൽ ഉണ്ടാവുന്നതുമാണ് ഇത്തരത്തിലുള്ള കാലുവേദന ഉണ്ടാവാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം.
ഡിഹൈഡ്രേഷൻ ശരീരത്തിൽ ഉണ്ടാകുമ്പോഴും കുഞ്ഞു വളരുന്നതിന് വേണ്ടിയിട്ടുള്ള ന്യൂട്രിയൻസിന്റെ ഡെഫിഷ്യൻസി ശരീരത്തിൽ ഉണ്ടാകുമ്പോഴും അത് ഓവർകം ചെയ്യാനായിട്ട് നമ്മുടെ ശരീരം ഒരുപാട് ശ്രമിക്കും. അതിന്റെ ഭാഗമായിട്ട് കൂടുതൽ അബ്സോർപ്ഷൻ ശരീരത്തിലെ ഓരോ ഭാഗങ്ങളിൽ നിന്നും ഉണ്ടാകും. തന്മൂലം ആ അവയവത്തിന്റെ പെർട്ടിക്കുലർ ആയിട്ടുള്ള ആ ഒരു അവയവത്തിന്റെ പ്രവർത്തനത്തിനെ അതൊന്ന് റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണമാകും കേട്ടോ. അപ്പോൾ ഈ ഒരു പോർഷനിൽ കാലിന്റെ ഭാഗത്തും നിങ്ങൾക്ക് കുത്തുന്നത് പോലെയൊക്കെ വേദന അനുഭവപ്പെടാനായിട്ട് ചാൻസ് ഉണ്ട്. ഒരുപാട് നേരം നിൽക്കുമ്പോഴേക്കും ആ മുട്ടുകാലിനും ആ പാദത്തിനും ഇടയിലുള്ള ഒരു പോർഷനിൽ നിങ്ങൾക്ക് വേദന ശക്തമായിട്ട് അനുഭവപ്പെടാം. അങ്ങനെ വേദനകളൊക്കെ വരുമ്പോഴേക്കും കുറച്ചു നേരം നിങ്ങളൊന്ന് റിലാക്സ്ഡ് ആവാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പ്രഗ്നന്റ് ആകുന്ന സമയത്ത് കാലിലും അടുത്തൊരു ലക്ഷണമായിട്ടുള്ള കാൽപാദത്തിലും നിങ്ങൾക്ക് വേദന അനുഭവപ്പെടാനായിട്ട് ചാൻസ് ഉണ്ട്. നമ്മുടെ ശരീരം പ്രഗ്നന്റ് ആകുന്ന സമയത്ത് കൂടുതൽ സെൻസിറ്റീവ് ആകുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് അസുഖങ്ങൾ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. അതുപോലെ ഒരുപാട് നേരം നിൽക്കുന്ന സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് കാലും കാലിന്റെ ഉപ്പൂറ്റിയും ഭയങ്കര വേദന അനുഭവപ്പെടാനായിട്ടും ചാൻസ് ഉണ്ട്. പ്ലാന്റാർ ഫേഷ്യാറ്റിസ് എന്നൊരു ബുദ്ധിമുട്ട്, അതായത് നമ്മുടെ ഉപ്പൂറ്റിയിൽ നീർക്കെട്ട് വീഴുന്ന ഒരു ബുദ്ധിമുട്ട് പ്രഗ്നന്റ് ആകുന്ന സമയത്ത് പല സ്ത്രീകൾക്കും ഉണ്ടാവുന്നതാണ്. പ്ലാന്റാർ ഫേഷ്യാറ്റിസിന്റെ ഒരുപാട് രൂക്ഷവശങ്ങളിലോട്ട് പോയ അത് അനുഭവിച്ച ഒരാളാണ് കേട്ടോ ഞാൻ. നമുക്ക് കാല് ഉപ്പൂറ്റി നിലത്ത് കുത്താനായിട്ട് പറ്റാത്ത അത്രയും വേദനയായിരിക്കും ഉണ്ടാകുന്നത്. നമ്മൾ കുറച്ച് നേരം ഒന്ന് ഇരുന്നിട്ട് എഴുന്നേറ്റ് കഴിയുമ്പോൾ പറ്റാത്ത അവസ്ഥ, കാല് നിലത്ത് കുത്തുമ്പോൾ ഭയങ്കര വേദന ഉണ്ടാവുന്ന അവസ്ഥ, ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാൽ കാല് നിലത്ത് തൊടിയിക്കാൻ പോലും പറ്റാത്ത സിറ്റുവേഷൻ, ഇതൊക്കെ ആയിരിക്കും ഈ ഒരു പ്ലാന്റാർ ഫേഷ്യാറ്റിസിന്റെ സമയത്ത് നമുക്ക് ഉണ്ടാവുന്നത്. പ്രഗ്നൻസി മൂലം ഉണ്ടായിട്ടുള്ള പ്ലാന്റാർ ഫേഷ്യാറ്റിസ് ആണെങ്കിൽ ഡെലിവറി കഴിഞ്ഞിട്ട് 2-3 മാസം കഴിയുമ്പോൾ ഏകദേശം അതൊന്ന് ക്യൂർ ആകും. പക്ഷേ 100% ഒന്നും മാറില്ല കേട്ടോ. ഇപ്പോഴും എനിക്ക് ആ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവാറുണ്ട്. അപ്പോൾ കാലിന്റെ ആ ഭാഗത്തും കാൽപാദത്തിന്റെ ആ ഒരു പോർഷനിലുമൊക്കെ നിങ്ങൾക്ക് വേദനയുണ്ടെങ്കിൽ വീട്ടിൽ നിങ്ങൾ ടൈൽസിൽ ചെരുപ്പിട്ടിട്ട് മാത്രം നിങ്ങൾ നടക്കാനായിട്ട് ശ്രദ്ധിക്കുക. ടൈൽസിൽ ഓൾറെഡി തണുപ്പാണ്. അതുപോലെ നമ്മൾ ചായം പൂശിയിട്ടുള്ള നിലത്താണെങ്കിലും ഓൾറെഡി തണുപ്പുള്ള നിലമാണ്. അപ്പോൾ നമ്മൾ ഒന്നും കൂടി ചവിട്ടുമ്പോഴേക്കും നിങ്ങൾക്ക് അസ്വസ്ഥത ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. അതുപോലെ കിടന്നുറങ്ങുന്ന സമയത്ത് സോക്സ് ധരിച്ചിട്ട് ഉറങ്ങുകയാണെങ്കിൽ അത് ശരീരത്തിന്റെ ടെമ്പറേച്ചർ നോർമലായിട്ട് നിലനിർത്തിക്കൊണ്ട് പോകുന്നതിനും നിങ്ങൾക്ക് കുറേയും കൂടി ഇംപ്ലാന്റേഷൻ നടക്കാനായിട്ടൊരു സപ്പോർട്ട് ശരീരത്തിന് കൊടുക്കാനായിട്ടും സാധിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് അടിവയറിന് കീഴ്പോട്ടേക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള പ്രഗ്നൻസി ലക്ഷണങ്ങൾ. ഈ ലക്ഷണങ്ങളെക്കാളും വളരെയധികം ലക്ഷണങ്ങൾ ഉണ്ടാകുന്ന ഒരുപാട് പേരുണ്ട്. അതുപോലെ തന്നെ ഒരു ലക്ഷണവും ഇല്ലാതെ പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്നവരും ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അതോർത്ത് വിഷമിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇത്തരത്തിലുള്ള വേദനയും അസ്വസ്ഥതയും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടെങ്കിൽ, പെൽവിക് ഭാഗത്താണ് നിങ്ങൾക്ക് അസ്വസ്ഥത ഉണ്ടാവുന്നതെങ്കിൽ കുറച്ചൊന്ന് സ്ട്രെച്ചിങ് ആയിട്ടുള്ള എക്സസൈസ് നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ബട്ടർഫ്ലൈ എക്സസൈസ്, അതല്ലെങ്കിൽ മാലാസന എന്ന് പറഞ്ഞൊരു യോഗ പോസോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നമ്മൾ ഇന്ത്യൻ ക്ലോസറ്റിൽ ഇരിക്കുന്ന രീതിക്ക് ഇരുന്നിട്ടാണ് മാലാസന എക്സസൈസ് നമ്മൾ ചെയ്യുന്നത്. ആ ഒരു എക്സസൈസ് ചെയ്യുമ്പോഴേക്കും പെൽവിക്കിന്റെ ഭാഗം കുറേ കൂടി ഒന്ന് ഓപ്പൺ ആകും. ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടും അത് സഹായിക്കും. ഇത് ആ ഒരു വേദനയുടെ കാഠിന്യം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കും കേട്ടോ. അതുപോലെ തന്നെ ഇന്നർ തൈസിന്റെ വേദനയും റിഡ്യൂസ് ചെയ്യാനായിട്ട് നിങ്ങളെ സഹായിക്കും. ബാക്കിയുള്ള ഏത് ടൈപ്പ് വേദനകൾ വരുമ്പോഴും നിങ്ങൾ ചെയ്യേണ്ടത് ശരീരത്തിൽ ധാരാളം വെള്ളം എത്തിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഡീഹൈഡ്രേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള വേദനകൾ നിങ്ങൾക്ക് കൂടാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ആ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വേദനകൾ കണ്ടു തുടങ്ങിക്കഴിഞ്ഞാൽ ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണം നിങ്ങൾ ധാരാളം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അയൺ, ഫോളിക് ആസിഡ്, കാൽസ്യം, ഈ കാര്യങ്ങൾ നിങ്ങൾ മസ്റ്റായിട്ട് എടുക്കേണ്ട പ്രിനേറ്റൽ വിറ്റമിൻസ് ആണ്. ഇത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് എടുത്തിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ പ്രഗ്നന്റ് ആകുന്ന സമയത്ത് നിങ്ങളത് എടുക്കുന്നതിൽ മുടക്കം വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് കുഞ്ഞിന്റെ ഓരോ വളർച്ചയിലും നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ കാൽസ്യത്തിന്റെയൊക്കെ മെഡിസിൻ പ്രോപ്പറായിട്ട് നിങ്ങൾ എടുക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് നടുവേദന, അല്ലെങ്കിൽ കാലുവേദന, കൈവേദന, കഴുത്ത് വേദനയൊക്കെ ഭയങ്കര ഹെവി ആയിട്ട് അനുഭവപ്പെടാനായിട്ടും ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാം. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ കിട്ടുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻസ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നവർ എപ്പോഴാണോ നിങ്ങളുടെ കൃത്യം സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എത്ര ദിവസം കൂടുമ്പോഴാണോ ഓരോ മാസവും നിങ്ങൾക്ക് പീരിയഡ്സ് ആകുന്നത്, അതാണ് സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് കേട്ടോ. അതല്ലാതെ പീരിയഡ്സ് എത്ര ദിവസം ഉണ്ടായി എന്നുള്ള നമ്പറോ, അല്ലെങ്കിൽ ഓരോ മാസവും ഏത് ദിവസമാണ് പീരീഡ് വന്നത്, അതല്ല കേട്ടോ ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.